വേണുഗോപാൽ ചിറ്റുപിടി. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മാനുഷിക നന്മയാണെന്നിരിക്കെ ഇസ്ലാം മതമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം മാനുഷികമായ നന്മയാണെന്നിരിക്കെ ഇസ്ലാം മതം മാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് സുഹൃത്തിനോട് പറയാനുള്ളത്, എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ആത്യന്തികമായ നന്മയല്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സുഖിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം എല്ലാറ്റിന്റെയും ലക്ഷ്യം നന്മയാണ്. സുഖമായി പറയാം. എല്ലാ പ്രവാചകന്മാരും മനുഷ്യരെ ക്ഷണിച്ചത് ആത്യന്തികമായ നന്മയിലേക്കാണ്. പക്ഷേ പ്രവാചകന്മാർക്ക് ശേഷം പുരോഹിതന്മാർ ദൈവിക മതത്തെ വികലമാക്കുകയും നന്മയിൽ നിന്ന് തിന്മയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ഏത് മതസമൂഹത്തിലായിരുന്നാലും ആ രൂപത്തിലുള്ള തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. ഏത് മതസമൂഹത്തിലും തിന്മകൾ ഉണ്ടായപ്പോ ആ തിന്മകൾക്കനുസൃതമായ മതനിയമങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും പടച്ചതമ്പുരാൻ സംരക്ഷിച്ചത് കൊണ്ട് തന്നെ ആ പ്രമാണങ്ങളിലേക്ക് തിന്മകളുടെ പ്രവാഹം ഉണ്ടായിട്ടില്ല. അത്രയേ ഉള്ളൂ. അപ്പോ ഏത് സമൂഹത്തിൽ ഇപ്പൊ നമുക്കറിയാം, ഇവിടെ തന്നെയുള്ള ഒരുപാട് മത സമൂഹങ്ങൾ, താന്ത്രിക മതം എന്താണ്? ഗ്രൂപ്പ് സെക്സ്, സംഘരതിയെ ദൈവ സാക്ഷാത്കാരത്തിന്റെ മാർഗമായി കാണുന്നവരാണ്. സംഘരതിയാണ് അവരുടെ ദൈവ സാക്ഷാത്കാരത്തിന്റെ മാർഗം. അവരുടെ ദൈവാരാധനാ മുറകളൊന്നും വിശദീകരിക്കാൻ പോലും പറ്റില്ല, അത്രക്കും മ്ലേച്ഛമാണ്, വൃത്തികെട്ടത്. അതേപോലെ തന്നെ മറ്റേ അഘോരമതം ഭാരതത്തിൽ തന്നെയുള്ള മറ്റൊരു മതമാണ്. ഈ അഘോരമതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വികൃതമായ, വളരെ നികൃഷ്ടമായ ആചാരങ്ങളുടെ സമുച്ചയം. പിന്നെ കുട്ടികളെയും വലിയവരെയും എല്ലാം തട്ടിക്കൊണ്ടുപോവുകയും അവരെ ഹോമകുണ്ഡത്തിൽ വെച്ച് കൊന്നുകളയുകയും അങ്ങനെ അവരുടെ ശരീരം മുറിച്ചെടുത്ത് അത് ഭക്ഷിക്കുകയും അതനുസരിച്ച് പ്രത്യേകമായ ദൈവിക പൂജകൾ നടത്തുകയും ചെയ്യുന്ന അഘോര സമ്പ്രദായം. എല്ലാ മതവും നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവിടെ നമ്മളുടെ അടിസ്ഥാനപരമായ കാര്യം, മതം എന്താവണം? ദൈവികമാകണം. എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ അർത്ഥത്തിലുള്ള മാനവികത പ്രദാനം ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഭാരതത്തിൽ തന്നെ ഉണ്ടായ ഗ്രന്ഥങ്ങൾ, ഇപ്പൊ മനുസ്മൃതിയിലുള്ള പരാമർശങ്ങൾ 100% മാനവികമാണെന്ന് പറയാൻ സാധ്യമല്ല. മനുസ്മൃതിയെ മൊത്തത്തിൽ വിമർശിക്കുകയല്ല ഞാൻ. കാരണം ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകമായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സംവിധാനത്തിലുള്ള സാമൂഹ്യ നിയമങ്ങളാണ് മനുസ്മൃതിയിൽ പറയുന്നത്. ആ മനുസ്മൃതി പറയുന്ന നിയമങ്ങളെല്ലാം മാനവികതയിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? സാധ്യമല്ല. ഇതേ രൂപത്തിൽ എല്ലാ മുസ്ലിം സമൂഹത്തിനും തിന്മകളുണ്ട്, ഓരോ സമൂഹത്തിനും തിന്മകളുണ്ടാകാം. പക്ഷേ മറ്റ് സമൂഹങ്ങളിൽ തിന്മകളുണ്ടായപ്പോൾ അതിനനുസരിച്ച് വേദഗ്രന്ഥങ്ങളിലും മതനിയമങ്ങളിലും മാറ്റമുണ്ടായി. മുസ്ലിം സമൂഹത്തിലാകട്ടെ മതഗ്രന്ഥവും പ്രവാചകന്റെ ജീവിതചര്യയും സംരക്ഷിക്കാമെന്ന പടച്ചതമ്പുരാന്റെ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിലെ തിന്മകളൊന്നും തന്നെ വേദഗ്രന്ഥത്തിലേക്കോ പ്രവാചക ചര്യയുടെ കൃത്യമായ ശാസ്ത്രീയമായ രേഖപ്പെടുത്തലിലേക്കോ കടന്നു ചെന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ മോക്ഷത്തിന്റെ മാർഗം, ആ മാർഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മാർഗത്തെക്കുറിച്ച്. അതേസമയം മതം മാറ്റം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഇസ്ലാം പറയുന്നത് മതം മാറ്റത്തെ കുറിച്ചല്ല, മനം മാറ്റത്തെ കുറിച്ചാണ്. മതം മാറ്റമല്ല, ഇസ്ലാം പറയുന്നത് മനം മാറ്റമാണ്. ആ മനം മാറ്റം ഉണ്ടാകുമ്പോൾ ജീവിതത്തിന് മാറ്റമുണ്ടാകും. ഇന്നലെ വരെ മദ്യപിച്ചിരുന്ന ഒരു വ്യക്തി, അയാൾക്ക് മദ്യപാനം തെറ്റാടി എന്നും അത് പടച്ചതമ്പുരാൻ നിഷിദ്ധമാക്കിയതാടി എന്നും ബോധ്യപ്പെടുമ്പോ അയാൾ മാറുന്നു. അയാൾ മാറുമ്പോ മദ്യപാനം അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നു. ഇന്നലെ വരെ ബഹുദൈവാരാധന നടത്തിയിരുന്ന ഒരു വ്യക്തി ബഹുദൈവാരാധന തെറ്റാടി എന്നും അത് ശരിയല്ല എന്നും ബോധ്യപ്പെടുമ്പോ ഏകദൈവാദർശത്തിലേക്ക് വരുന്നു. അയാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു. ഇന്നലെ വരെ വ്യഭിചാരിയായിരുന്ന ഒരു വ്യക്തി അത് തെറ്റാടിയെന്നും പടച്ചതമ്പുരാനിൽ ശിക്ഷ ലഭിക്കുന്ന പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് മാറി ദൈവികമായ മാർഗദർശനത്തിലേക്ക് വരുന്നു. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു. ഈ മാറ്റമാണ് മതം മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവരും ദൈവിക മാർഗദർശന പ്രകാരമുള്ള മാറ്റത്തിന് വിധേയമാകണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. അതേസമയം കേവലം എന്തെങ്കിലും ഭൗതികമായ പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഇങ്ങോട്ട് ചാടുക, അടുത്ത ദിവസം അങ്ങോട്ട് ചാടുക, 1000 രൂപ നിങ്ങൾ തരുമെങ്കിൽ നിങ്ങളുടെ മതത്തിൽ എനിക്ക് മെമ്പർഷിപ്പ്, 1010 രൂപ തന്നാൽ മറ്റൊരിടത്തേക്ക് ഞാൻ പോകും എന്നുള്ള രീതിയിലുള്ള പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഉള്ള മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല ഇസ്ലാം.
ഇസ്ലാം പഠിപ്പിക്കുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 286-ാമത്തെ വചനം. മതത്തിൽ യാതൊരു പ്രലോഭനവുമില്ല, യാതൊരു നിർബന്ധവുമില്ല. മതത്തിലേക്ക് ഒരാളെയും പ്രലോഭിപ്പിച്ച് നിർബന്ധിച്ചുകൊണ്ട് ചേർത്തണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് എന്താണ്? ആളുകളെ സന്മാർഗത്തെ ദുർമാർഗത്തിൽ നിന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ജീവിതത്തെ അടിസ്ഥാനപരമായി ദൈവിക മാർഗദർശന പ്രകാരം പരിവർത്തിപ്പിക്കണം എന്ന് മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ അത് നിർബന്ധിതമായിട്ടല്ല. ദൈവിക മാർഗദർശനമാണോ എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. പരിശോധിച്ച് ബോധ്യപ്പെട്ട ഒരാൾക്ക് അയാളുടെ ജീവിതം മാറ്റുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അത് ഏത് മനുഷ്യന്റെയും ജന്മാവകാശമാണ്. അയാൾ ചിന്തിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് അയാൾ എത്തിച്ചേർന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ജന്മാവകാശമാണ്. ആ അവകാശം അനുവദിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.